ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിൽ വിത്ത് ക്രാഫ്റ്റ്. ഇതൊരു ഗിവ് അവേ വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഞാനിതിൻ്റെ ഇടയിലൊക്കെയാണ് ഗിവ് അവേ റൂൾസും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആയിട്ട് 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പേപ്പർ പൗച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു 4 പീസും അതിനൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇത്തിരി വലുപ്പമുള്ള വേറൊരു പീസും കൂടെ വേണം. ഇനി ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊരു റെഡും വൈറ്റും വരുന്ന ഒരു ചാർട്ടാണ്. ഒരു സൈഡിൽ റെഡും ഒരു സൈഡിൽ വൈറ്റും ആണ് ഈ ചാർട്ടിൽ വരുന്നത്. ശരിക്കും ഒരു ചാർട്ട് പേപ്പറാണിത്. അപ്പോൾ നമ്മുടെ ചെറിയ പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു 3 സൈഡിൽ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ അതവിടെ നിന്ന് നടക്കട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാം. നമ്മൾ ഗിവ് അവേ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്സ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വീഡിയോയുടെ എൻഡിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു 2 പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നോക്കിയിട്ട് അതിൽ രണ്ടിലും ഒരു 2 ഡിഫറൻസ് ഉണ്ട്. അത് നോട്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറയാനങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ആരും കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ ഒരു കമൻറ്റായിട്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ വിട്ടുപോയതാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഞാൻ പറയാത്തത് കാരണം കൊണ്ട് ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ആ കമൻറ്റ് ചെയ്ത് എന്താ പറയുക എടുത്തേ മതിയാവുള്ളൂ. ആ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്യുന്ന സമയത്ത്, വിന്നറെ അനൗൺസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ കമൻസും ഞാൻ പരിഗണിക്കും. എന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം അതിനൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷോർട്സിൽ ഒരു വിന്നറെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനൊരു 3 വിന്നറെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോണത്. പക്ഷേ ആ ഷോർട്സിൽ നിന്നും ഒരു വിന്നറെയും പിന്നെ ഈ കാണുന്ന ഈ ഒരു ലോങ് വീഡിയോയിൽ നിന്നും 2 വിന്നറെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. അങ്ങനെ നമ്മുടെ പേപ്പർ പൗച്ചിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ വാഷി ടേപ്പും ഒന്ന് ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വാട്ടർ പ്രൂഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓരോ ചാർട്ട് പേപ്പറും കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവമാണ് ഒട്ടിക്കുന്നത്. ഇതിനിപ്പോൾ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഇത് നമുക്ക് ഇതുപോലെ തന്നെ 2 ഓപ്പോസിറ്റ്സ് വെക്കുന്ന സാധനവും അത് 2 നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ പേപ്പർ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ 4 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ ID കാർഡും മറ്റുള്ള കാർഡ്സൊക്കെ വെക്കാനായിട്ട് നമുക്കിത് യൂസ്ഫുള്ളാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ക്യൂട്ടാക്കാം. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമുക്ക് ഓരോരോ കാർഡ്സ് വെക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലുള്ള കാർഡ്സൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്, വെക്കാനായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ടൈം ടേബിളാണ്. ടൈം ടേബിൾ മാത്രമല്ല, ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ ഒരു റിമൈൻഡർ ബോർഡും കൂടെ വരുന്നുണ്ട്. അങ്ങനെ 2ഉം കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ടൈം ടേബിൾ കം റിമൈൻഡർ ബോർഡ്. അതിന് വേണ്ടിയിട്ട് ഒരു A4 സൈസിലുള്ള ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അത് ഈ വീഡിയോ കാണിക്കുന്ന വിധം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സെൻറ്ററിൽ നിന്നല്ല, കുറച്ച് താഴ്ഭാഗത്തുനിന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. കാരണം മുകളിൽ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ചെറിയൊരു പോർഷൻ ബാക്കി വെക്കണം. ആ ഒരു രീതിയിൽ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ ടൈം ടേബിളും ചെയ്യാം, മറ്റേ സൈഡിൽ നമുക്ക് റിമൈൻഡർ ബോർഡായിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ബുക്കൊക്കെ വെക്കുന്ന പോലെ ബാഗിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ടൈം ടേബിളാണ് ആദ്യം സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ടൈം ടേബിളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മറന്നേ പോയി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടൈം ടേബിൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റാക്കി വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയോ ഡിസൈനൊക്കെ കൊടുത്തിട്ട് അതൊന്ന് ക്യൂട്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ക്യൂട്ടൊന്നും ആയില്ല, എന്തൊക്കെയോ ആയി. ലാസ്റ്റ് ടൈം ടേബിൾ എഴുതാൻ മറന്നു പോയപ്പോൾ അതെടുത്ത് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. റിമൈൻഡർ ബോർഡ് ആക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വാട്ടർ പ്രൂഫ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ടാപ്പ് എടുത്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നിങ്ങളിതിൽ നോക്കി കണ്ട് മനസ്സിലാക്കിയാൽ മതി.
ഇനി നമുക്ക് ഗിവ് അവേയുടെ ബാക്കി ഡീറ്റെയിൽസും കൂടെ പറയാം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അതിനെ ആൻസർ ചെയ്യാം. അത് ഒരു കമൻ്റായിട്ട് ആൻസർ ചെയ്യുക. ആ കമൻറ്റിൻ്റെ കൂടെ തന്നെ ഈ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയാണ് റൂൾസ് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക, കമൻ്റായിട്ട് ആൻസർ ചെയ്യുക. ആ കമൻറ്റിൻ്റെ കൂടെ തന്നെ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കൂടെ ആ കമൻറ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അത്രയാണ് നമ്മുടെ റൂൾസ് വരുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും റാൻഡമായിട്ട് നമ്മൾ 2 പേരെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യും. അത് ഇപ്പോഴൊന്നുമല്ല, ജൂൺ 30 വരെ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊന്നും എനിക്കിപ്പോഴേ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാലും ഞാൻ അബ്രോഡാണ്, ഇവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പ്രൈസ് എന്നൊക്കെ ആയിട്ട് ഒരു ഷോർട്സ് ഇടാം. അപ്പോൾ നമുക്ക് ജൂൺ 30 വരെ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ളവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെന്താ, അങ്ങനെ നമ്മുടെ ടൈം ടേബിൾക്കും റിമൈൻഡർ ബോർഡൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.